ഹായ് ഫ്രണ്ട്സ്, ഇന്നലെ രാത്രിയിലുള്ള വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആണ് ഈ വീഡിയോ. നമ്മൾ സ്ഥിരം ഇവിടെ ഉണ്ടാക്കാറുള്ള റെസിപ്പിയാണിത്. എന്നാലും ഇതിൻ്റെ കറക്റ്റ് റിസൾട്ട് അറിയണമെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ആവണ്ടേ. അത് കാരണമാണ് ഞാൻ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ പോകാഞ്ഞത്. രാവിലെ ആയപ്പോൾ മാവ് നല്ലതായിട്ട് പുളിച്ച് പൊന്തിയിട്ടുണ്ട്. അത് ഇത്രയും മാവും കൂടെ ഒരു ദിവസം ഇവിടെ എടുക്കാറില്ല. അത് ഞാൻ അതുകൊണ്ടൊരു പാത്രത്തിലേക്ക് പകർന്ന് ആവശ്യത്തിന് മാത്രമേ എടുക്കുന്നുള്ളൂ ഇപ്പോഴേക്ക്. ബാക്കി മാവ് ഫ്രിഡ്ജിൽ വെക്കുകയാണേ. ഈ മാവിലേക്ക് ഇനി ആഡ് ചെയ്യേണ്ടത് പഞ്ചസാരയും ഉപ്പുമാണ്. പഞ്ചസാരയും ഉപ്പും കൂടെ ആഡ് ചെയ്ത് വേണം അപ്പം ചുട്ടെടുക്കാൻ. അതിന് വേണ്ടിയിട്ട് ഇപ്പം മാവിന് കുറച്ച് കട്ടി കൂടുതലല്ല, അപ്പം ഞാനതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് അതൊന്ന് ലൂസാക്കി, ഒരുപാടങ്ങ് ലൂസല്ല, ഒരു അപ്പം ചുട്ടെടുക്കുന്ന പരുവത്തിലൊന്ന് ലൂസാക്കിയിട്ടാണ് അപ്പം ചുടുന്നത്. കാരണം നിങ്ങൾ ചുട്ട് നോക്കുമ്പോഴാണേലും കട്ടി കൂടുതലാണെങ്കിലും കുറച്ച് വെള്ളം അതിൽ ചേർക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. വെള്ളം ചേർത്ത് നമുക്ക് ലൂസാക്കിയിട്ട് അപ്പം ചുട്ടെടുക്കാം. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. നമുക്ക് ചോറ് ചിലപ്പോൾ രാത്രി ചോറ് കാണത്തില്ല, ചിലപ്പം തേങ്ങ കാണത്തില്ല. അങ്ങനെയുള്ളപ്പോൾ ഒരു അവലും മേടിച്ച് വെച്ചിരുന്നാൽ നമുക്ക് ആവശ്യത്തിന് അപ്പം. ഞാനിവിടെ മിക്കപ്പോഴും ഈ റെസിപ്പി തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. നല്ല റെസിപ്പിയാണ്, കുട്ടികൾക്കും ഇഷ്ടമാകും. ക്രിസ്പി ആയിട്ടുള്ള അപ്പം കിട്ടുകയും ചെയ്യും. അങ്ങനെ ഞങ്ങളുടെ ചട്ടി ഈ ചട്ടിയാണ്. നോൺ സ്റ്റിക്ക് ചട്ടിയിലാണെങ്കിൽ അടിപൊളിയായിട്ട് കിട്ടും. ഈ ചട്ടിയിലാണ് ഞാൻ ചുട്ടെടുക്കാറ്. നല്ല അടിപൊളിയായിട്ട് അപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. അതൊന്ന് മുരിച്ചെടുക്കണം സൈഡെല്ലാം. അതിന് വേണ്ടിയിട്ടാണ് വെച്ചത്. മുരിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കിട്ടും. ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നുന്നത് ഈ ചട്ടിയായിട്ടാണ്. അല്ലെങ്കിൽ പിന്നെ എണ്ണ ഒരുപാട് തൂക്കണം. ഞാൻ എണ്ണ കുറച്ചാണ് അതിനകത്ത് വെച്ച് പുരട്ടിയെടുത്തേക്കുന്നത്. അത് കാരണമാണ് ഇളകി വന്നൊരു ശകലം പ്രശ്നം. അല്ലാതെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അപ്പോൾ എല്ലാം ചുട്ടെടുത്തു, സക്സസ് ആയി. ചട്ടിക്ക് ചൂടുള്ളതുകൊണ്ട് ഞാൻ പേപ്പർ പിടിച്ചിട്ടാണ് അപ്പം ചുറ്റിച്ചെടുക്കുന്നത്. കാണുന്നവരൊന്നും വിചാരിക്കല്ലേ. അങ്ങനെ അപ്പങ്ങളെല്ലാം ചുട്ടെടുത്തു അമ്മായി. അപ്പോൾ എല്ലാം ചുട്ടെടുത്തു. അപ്പത്തിൻ്റെ കൂടെ കോംബോ ആയിട്ട് മുട്ടക്കറിയാണ് ഉണ്ടാക്കിയത്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം കിട്ടും. എന്നിട്ട് എല്ലാവരും റിവ്യൂ ഇടണം കേട്ടോ. ബാക്കിയുള്ള റെസിപ്പി ഇട്ടതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയവരൊക്കെ എനിക്ക് വാട്സാപ്പിൽ ഫോട്ടോ അയച്ചിരുന്നു. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.